15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്. വെൽക്കം ടു ദ ഷോ. നമസ്കാരം. നമ്മള് വീഡിയോയിലൊക്കെ വന്ന് നമ്മളെ ആൾക്കാരൊക്കെ ഫെമിലിയർ ആണല്ലോ. ഞങ്ങളൊക്കെ കൂടുതൽ ആവശ്യപ്പെട്ടത് വൈബ് തന്നെയാണ്. ഇവന് മനസ്സിലായി തന്തയ്ക്ക് വിളിച്ചതിന്റെ അത് ഇവന് മനസ്സിലായില്ല. വൈബ് തന്താന്ന് പറഞ്ഞപ്പോ എടാ നിന്റെ സീനിയേഴ്സ് തന്തയ്ക്ക് വിളിച്ചാ. അതല്ലാതെ ഈ പറയുന്ന റൊമാൻറ്റിക് റോമിച്ചേട്ടനെ കാണാറുണ്ടോ? നിത കാണാറില്ല, വേറെ ചിലർ. ചേട്ടാ അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് തടിമാടന്മാരായ മക്കളുണ്ട്, ശ്രദ്ധിച്ച് പറയണം കേട്ടോ. ചെറുപ്പത്തിൽ ഫുഡൊക്കെ ആണെങ്കിലും ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഇപ്പൊ എന്തെങ്കിലും കൊണ്ടുവയ്ക്കാണ്, ഇത് വേണ്ട വേണ്ടേ പൊക്കോ, ചാറ് കറി ഒഴിച്ച് ചോറ് കഴിക്കില്ല. അപ്പൊ അപ്പൊ മമ്മി പറയും ചാറ് ഒഴിച്ച് എനിക്ക് വേണ്ട. അതുപോലെ ഭക്ഷണം കഴിക്കാതിരുന്ന് ഞാൻ പോയി മുറി പോയി വാലടച്ച് കിടന്നുറങ്ങി. അപ്പൊ എന്തായാലും വിശക്കൂല നമുക്ക്. രാത്രി ഇവരൊക്കെ കിടന്നു കഴിഞ്ഞിട്ട് സ്റ്റോറി ഒന്ന് കഴിക്കാന്ന്. ഞാൻ ഇത് കഴിഞ്ഞ് രാത്രി എന്നിട്ടൊന്ന് മുറി തുറന്നു നോക്കും, മുറി തുറക്കണല്ല, അപ്പൊ പൂട്ടിട്ട് പോയി. ഇവര് ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ സ്നാക്സ് ഇരിക്കുന്ന റൂം ഞാൻ പൂട്ടും. ഏത് ലെവലും സഹിക്കോ. ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ് എന്തൊക്കെയാണോ എന്തോ അതൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് ഗേൾ ഫാൻസ് ഉണ്ടോ? ഗേൾ ഫ്രണ്ട്സ് ഫാൻസ്? ഇവരൊക്കെ അച്ഛനാവാൻ പഠിക്കണം. അമ്മ ഞാൻ ഇത്രേ ഇന്റർവ്യൂ എടുത്തേക്കണല്ലോ, ഇത്രേ വ്യത്യസ്തമായ ഒരു കഥ ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. അപ്പൊ അവർക്ക് അത് ശീലമായിന്ന് ചെറുപ്പത്തിലെ. ഈ വീട്ടിൽ ഒരു പെങ്കൊച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ എന്ന് തോന്നിയിട്ടുള്ളത് ആർക്കാണ്? ഇനിയൊരു അംഗത്തിന് വാല്യം ഉണ്ടോ ചേച്ചി? ഞാൻ റെഡിയാ. എനിക്ക് തോന്നണില്ല. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. അപ്പൊ ഇത്തവണത്തെ നമ്മുടെ ഓണം കളറാക്കാൻ എത്തിയിട്ടുള്ളത് നിത ശശി, പ്രോമിച്ചേട്ടൻ, റിച്ചാർഡ് ആൻഡ് റോണിത്. വെൽക്കം ടു ദ ഷോ. നമസ്കാരം. നിങ്ങളെ കുറിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയോ? ഒരു 6 കൊല്ലം മുമ്പ് നമ്മൾ ഇന്റർവ്യൂ എടുക്കാനായിട്ട് ആദ്യമായിട്ട് ഇവിടെ വരുമ്പോഴും ഇപ്പോഴും ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റിലും എല്ലാ രീതിയിലും ഇരിക്കുന്ന ഒരു ഫുൾ ഫാമിലി. ഇത് എങ്ങനെയാ ഈ ഒരു എനർജി ഇങ്ങനെ പോവാതെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നത്? എങ്ങനെയാ? ഇതാണ് ഞങ്ങളുടെ എനർജി. ഇന്ന് ഞാൻ പതിവില്ലാത്ത പല നാടകങ്ങളും കാണുന്ന ചേച്ചി, അതെന്താ ചേച്ചി അങ്ങനെ? പല നാടകങ്ങളും ക്യാമറ ഒക്കെ വരുമ്പോ നിങ്ങൾ കാണേണ്ടി വരും. അതെ, ഈ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രോമിച്ചേട്ടൻ എന്താ എങ്ങനെയാന്നറിയോ? ഹലോ, കടയിൽ നിന്നോ? നിങ്ങൾ അത് അങ്ങോട്ട് അയച്ചാൽ മതി കേട്ടോ, ഇത് ഞാൻ ഇപ്പൊ ചെയ്തുതരാം. ഫുൾ ടൈം ഇങ്ങനെയാ ആണല്ലേ? അതല്ലാതെ ഈ പറയുന്ന റൊമാൻറ്റിക് പ്രോമിച്ചേട്ടനെ കാണാറുണ്ടോ? നിത കാണാറില്ല, വേറെ ചിലർ. ചേട്ടാ അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് തടിമാടന്മാരായ മക്കളുണ്ട്, ശ്രദ്ധിച്ച് പറയണം കേട്ടോ. ഈ സാധാരണ ഒരു ഫാമിലിയില് നമ്മള് കുറച്ച് ആൺകുട്ടികൾ പ്രത്യേകിച്ച് കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ രണ്ടുപേരും രണ്ട് വഴിക്ക് ഓടേണ്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ സത്യത്തിൽ ഇന്റർവ്യൂസ്? ആണോ? അതെ, ഇങ്ങനെ തന്നെയാണോ ചേച്ചി സാധാരണ ഇങ്ങനെ ഇവരെ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോഴത്തേക്ക് ഇവര് പറയാറുള്ളത്? എതിർപ്പൊന്നും പറയാറില്ല, ഓക്കെയാണ്. പിന്നെ ഇല്ലേ, കോളേജിൽ പഠിക്കുന്ന ആൾക്കും ഓക്കെയാണോ? ഓക്കെയാണ്, അത് പറഞ്ഞ പോലെ ഇതൊരു രസമാണല്ലോ. ആണ്. തിരിച്ച് നമ്മള് കോളേജിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു സെലിബ്രിറ്റി പരിവേഷം കിട്ടാറുണ്ടോ? അതെന്താ അങ്ങനെ? ഇവരെ എപ്പോഴും സ്ക്രീനിൽ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കില്ലേ അവിടെ ഉണ്ടാവുന്നത്? അത് ഇപ്പോഴും കണ്ടു ഇപ്പൊ ഏകദേശം ഒരേപോലെ എപ്പോഴും കാണും, പിന്നെ നേരിട്ട് കാണും. ഇപ്പൊ അവര് നോക്കുമ്പോ എന്താ കണ്ടിട്ടുണ്ട്. ആ ലൈനാണല്ലേ? സെലിബ്രിറ്റി പരിവേഷമൊന്നുമില്ല. പക്ഷെ എന്താ ഇപ്പൊ ഇതൊക്കെ കാരണം കൊണ്ട് ഇപ്പൊ ഇവർക്കും മറ്റേ കൊളാബൊക്കെ ഇവർക്കും വന്നു തുടങ്ങി. പേഴ്സണൽ അങ്ങനത്തെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വന്നോണ്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറയണത്. അതുകൊണ്ടാ. ആണോ? റോണിത്തിന് കിട്ടിയിട്ടുള്ള ഒരു കൊളാബ് എന്താണ്? എനിക്ക് ആക്ച്വലി രണ്ട് കൊളാബ് ഇപ്പൊ ആക്ച്വലി വന്നിട്ടുണ്ടായി. ഒന്ന് ഫസിയോ, 2 പെർഫ്യൂം പ്രൊജക്ട് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് വന്നിട്ടുണ്ടായി, പിന്നെ എല്ലാം ചെയ്യാറില്ല. പെർഫ്യൂം അതല്ലേ? ഇവിടെയോ? എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഇവരുടെ കൂടെ ഇങ്ങനെ ഇവരെ രണ്ടുപേർക്കായിട്ടാണ് വരാറ്. ഓ, അങ്ങനെയാണ് വരാറുള്ളത്. രണ്ടല്ല, ഒന്നാണ്. ഞാൻ നിങ്ങളോട് പെട്ടെന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ? ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാനുള്ള അവസരമുണ്ട്.
ഈ 4 പേരിൽ ഇന്റർവ്യൂസ് കൊടുക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ആർക്കാണ്? എല്ലാരും ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, ഞങ്ങൾ ആലോചിച്ച ആർക്കാ സത്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടക്കുറവില്ല. ഇഷ്ടക്കുറവില്ല അതല്ലേ? ഞാൻ പേടിച്ചു. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ല. പിന്നെ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടക്കുറവില്ല. ഇല്ലല്ലേ? അല്ല, ഇന്റർവ്യൂസും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഓ മൈ ഗോഡ്. ഓക്കെ, ഞാൻ നല്ല ഫോട്ടോജനിക് ആണ് വീഡിയോയിൽ കാണുമ്പോ എന്ന് സ്ഥിരമായി പറയാറുള്ളത് നിങ്ങളിൽ ആരാണ്? ആരും പറയാറില്ല. അതെന്താ ചേട്ടാ അങ്ങനെ ഒരു ഇത്? ചേട്ടൻ ഒഴികെ ബാക്കി എല്ലാവരും എല്ലാവരും ഫോട്ടോജീനിക് ആണ്. പക്ഷെ ശരിക്കും പറയുന്ന ആള് പ്രോമിയ ആണല്ലേ? ആണോടാ? ആണോ? ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാത്ത ശരിക്കും പറഞ്ഞ ആള് പ്രോമിയ. ഞങ്ങള് 3 പേര് പറയാറില്ല. അതെ. പ്രോമിചേട്ടനെ സ്വയം പ്രോമിചേട്ടനെ കാണുമ്പോഴത്തേക്ക് ഒരു സിനിമാ സ്റ്റാർഡൻ ഫീൽ ഒക്കെ കിട്ടാറുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ എനിക്ക് സ്വയം എന്നെ കാണുന്ന എന്തോ ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ്. അതെ. ഈ ഇന്റർവ്യൂ കൊടുത്ത് മതിയായി എന്ന് പറയാറുള്ള ആരാണ്? ഉള്ള സത്യം പറഞ്ഞോ? അങ്ങനെ ആരും പറയാറില്ല. അങ്ങനെ പറയാറില്ലേ? കാരണം എന്താ പറയട്ടെ, ഞങ്ങൾക്ക് ഇന്റർവ്യൂവിന്റെ ഒക്കെ ആവശ്യം മനസ്സിലായി. ഞങ്ങളിങ്ങനെ ലൈം ലൈറ്റ് നിൽക്കുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിന്റെ ഇതുകളൊക്കെ ഞങ്ങള് എൻജോയ് ചെയ്ത് തുടങ്ങിയ അങ്ങനെയല്ല, അതായത് ഞങ്ങളിപ്പോ പണ്ട് ഏറ്റവും പഴയ ഇന്റർവ്യൂസ് ഒക്കെ എടുത്തു നോക്കുമ്പോ ഇടയ്ക്ക് ആ ഇന്റർവ്യൂസിന്റെ ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ നമുക്ക് കയറി വരും. അപ്പൊ അതൊക്കെ കാണുമ്പോ ശരിക്കും ഭയങ്കര രസമായിട്ട് ഞങ്ങൾ ഇങ്ങനെ കണ്ടിരിക്കാറുണ്ട്. ഇപ്പൊ ഇവരുടെ ആയാലും ഒരു പഴയ കാലം, അപ്പൊ അതൊക്കെ കണ്ടിരിക്കുമ്പോ നമുക്ക് രസമല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ കൊടുക്കണത് നല്ലതാ. ഇടയ്ക്കൊക്കെ നമുക്ക് നമ്മളെ തന്നെ കണ്ടോണ്ടിരിക്കാം. അതൊരു ഈ പറഞ്ഞ പോലെ ഒരു ഫ്രഷ് ആവാനും നമ്മൾ പറയണ കാര്യങ്ങൾ ഇപ്പൊ ചില 1-2 ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര ഹിറ്റ് ആയില്ലേ, അതൊക്കെ ആൾക്കാർ ചിലവർ ഇപ്പോഴുടെ മനസ്സിൽ ഇതിങ്ങനെ കിടക്കും. ഒരു 10 ഇന്റർവ്യൂ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ഇന്റർവ്യൂ ഒക്കെ ആയിരിക്കും ആൾക്കാരുടെ ഉള്ളിൽ കിടക്കണം. പക്ഷെ അത് ഒരെണ്ണം അങ്ങനെ കിടക്കും. അത് ചിലൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പറയും, ചേട്ടൻ ആ ഇന്റർവ്യൂവിൽ അന്ന് അതങ്ങനെ പറഞ്ഞു. അപ്പൊ അതൊരു പോസിറ്റീവായിട്ടല്ലേ നമ്മള്. അല്ല, അങ്ങനെ കേൾക്കുമ്പോ ശരിക്കും നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്, ഇവരെങ്ങനെ ഇതൊക്കെ ഓർത്തിരിക്കണേന്ന്. അതാണ് നമ്മളിത് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോണതാണ്. പക്ഷെ അപ്പൊ ആർക്കെങ്കിലൊക്കെ അത്. അതെ അതെ, സത്യമാണ്. ഈ വീഡിയോ കണ്ട് ഏറ്റവും കൂടുതൽ ഫാൻസിനെ കിട്ടിയിട്ടുള്ളത് നിങ്ങളിൽ ആർക്കാണ്? അത് ഉമ്മാർക്ക് 2 പേർക്കും ആയിരിക്കും. മമ്മിക്കാണ്. ഇതൊക്കെയല്ലേ? മമ്മിക്കാണ്. പറയടാ. എനിക്കോ? എനിക്കോ? കുഴപ്പമില്ല, പറഞ്ഞു കേൾക്കുമ്പോ ഒരു സുഖം. അല്ല, ശരിക്കും നിങ്ങൾക്കൊക്കെ ഗേൾ ഫാൻസ് ഉണ്ടോ സ്കൂളിലും കോളേജിലും ഒക്കെ? ഈ രണ്ടറ്റത്തും ഇരിക്കുന്നവർക്ക്. സ്കൂള് കഴിഞ്ഞു, അത് ശരിയാണല്ലോ. എന്നാലും നമുക്ക് ഇൻസ്റ്റഗ്രാം ഒക്കെ ഉണ്ട്. ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ് എന്തൊക്കെയാണോ എന്തോ അതൊക്കെ ഉണ്ട്. അതെ, അങ്ങനെയൊക്കെ കുറച്ച് ഗേൾ ഫാൻസ് ഉണ്ടോ? ഗേൾ ഫ്രണ്ട്സ് ഫാൻസ്? ഇവരൊക്കെ അച്ഛനാവാൻ പഠിക്കണം അതുകൊണ്ട്. അല്ല, അങ്ങനെയല്ല. നിങ്ങളിതൊക്കെ കഴിഞ്ഞങ്ങ് പോവും. പിന്നെ അച്ഛനെ അമ്മേനെ നമ്മളിവിടെ ഇരിക്കണോണ്ടായിരിക്കൂലേ? അതെ, ചോദിച്ചാൽ അവര് പറയും. അതെ. ഈ വീട്ടിലെ ഏറ്റവും അടിപൊളി ഞാനാ എന്ന് സ്വയം തോന്നാറുള്ളത് ആർക്കാണ്? പറഞ്ഞു. ആണല്ലേ? വെരി ട്രൂ. അതുകൊണ്ടായിരുന്നു ചേട്ടൻ ഒന്ന് ഇലക്ഷന് മത്സരിക്കാൻ തീരുമാനിച്ചത്. എന്നിട്ട് ഞാൻ മത്സരിച്ചു, ഭംഗിയായിട്ട് ഞാൻ മത്സരിച്ചു. എനിക്ക് ഫസ്റ്റ് ഞാൻ നിന്നിട്ട് തന്നെ 10,000 വോട്ട് കിട്ടി. അതൊരു വലിയ സപ്പോർട്ടല്ലേ? അതെ. ഇവരാരെങ്കിലും ഇങ്ങനെ ചേട്ടൻ മത്സരിക്കാൻ പോവാന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു? പിള്ളേർക്ക് അത്രയും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നിത വാസ് ഓൾവേസ് വിത്ത് മീ. പുള്ളിക്കാരി എന്റെ കൂടെ വന്നു. പുറമി ധൈര്യമായിട്ട് നിൽക്കും. പുറമി നമുക്ക് കിട്ടിയൊരു അവസരം. ആക്ച്വലി നിത പറഞ്ഞപ്പോഴാണ് ഞാൻ മാറി ചിന്തിച്ചത്. ആദ്യം ചേട്ടനും ഡബിൾ എന്നിട്ട് എന്ത് ചേച്ചിക്ക് അങ്ങനെ മത്സരിപ്പിക്കണം എന്ന് തോന്നിയത്? മത്സരിപ്പിക്കണം അങ്ങനെ നിർബന്ധമല്ല, അതൊരു ചാൻസ് ആയിരുന്നു. ഒരു അവസരമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഓരോ അവസരങ്ങൾ കിട്ടിയത് ഞങ്ങൾ ഉപയോഗിച്ചതാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. സോ അതും ഒരു അവസരമാണെന്ന് നിതയാണ് എന്നോട് ചൂണ്ടിക്കാണിച്ചത്. നമുക്ക് ജീവിതത്തിലെ വലിയൊരു എക്സ്പീരിയൻസ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് നോ എന്ന് പറയാൻ പറ്റും. നമ്മൾ നിന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും നിൽക്കും. അതെ അതെ. നമുക്ക് കിട്ടിയൊരു അവസരം അതൊരു അംഗീകാരമായിട്ട് മനസ്സിലാക്കി നമ്മളത് ചെയ്യണു. സമൂഹത്തിലേക്ക് നമ്മള് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതല്ലെങ്കിലും ഇല്ലെങ്കിലൊക്കെ ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കുക തന്നെ വേണം എന്ന് എനിക്ക് പിന്നീട് തോന്നി. ഇത് എന്നോട് പറഞ്ഞപ്പോഴാണ് ആ ടോർച്ച് എന്നിലേക്ക് അടിച്ചത്. നിങ്ങൾക്ക് 2 പേർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാവാൻ എന്തായിരുന്നു കാരണം? എതിർപ്പല്ല, അവരങ്ങനെ എതിർത്തൊന്നുമില്ല. നീ പറയടാ, സത്യം പറയടാ, നിനക്ക് എന്താ മനസ്സിലാകും തോന്നിയത്? എതിർപ്പല്ല, അല്ല ആദ്യം പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോ നമ്മളിങ്ങനെ ആദ്യം വീണു. പക്ഷെ
ആദ്യം മനസ്സിലാക്കിയത് റോണിത്ത, ഇങ്ങോട്ട് മനസ്സിലാക്കാൻ പിന്നെ ഇത്തിരി സമയം എടുത്തു. അവന് കുറച്ച് പ്രായം കുറവല്ലേ, അല്ല ചെറുതല്ലേ? അങ്ങനെയല്ല, പുള്ളിക്കൊരു പപ്പ എന്തിനാ ഇതിനൊക്കെ പോണ എന്തിനാ എന്നൊക്കെ ചോദിച്ചൊരു സംഭവം. ഞാൻ നോക്കുമ്പോ രാവിലെ എഴുന്നേക്കുമ്പോ കാണണമൊന്നുമില്ല, വണ്ടി ഭയങ്കര പോകുന്നു. രാവിലെ 7 മണിയാവുന്നു, ഇവിടെ നിറച്ച ആൾക്കാർ വണ്ടികൾ വരുന്നു. പ്രോമി 7 മണിയാകുമ്പോഴത്തേക്കും പോയി, പിന്നെ രാത്രി 11-11:30 വരണേ. അപ്പൊ നമ്മുടെ വീട്ടിലൊരു ബാലൻസ് തെറ്റുവാണല്ലോ, പപ്പനെ ഞങ്ങക്ക് കിട്ടണേ ഇല്ല. അപ്പൊ അത് ഇവന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ആണല്ലേ? ഇവൻ പിന്നെ ഹോസ്റ്റലിലാണല്ലോ, ഇവനാണ് ഫുൾ ടൈം ഇവിടെ ഉള്ളത്. പപ്പ ഇത് എന്തിനാ പപ്പ ഇത് വേണോ അങ്ങനെയൊക്കെ ചോദിക്കുവായിരുന്നു. അപ്പൊ തോറ്റത് നന്നായി ഇവന്റെ മനസ്സിലുണ്ടാവുക. ഇല്ല, പക്ഷെ അത് ആദ്യത്തെ കുറച്ച് ദിവസം ഉണ്ടായുള്ളൂ. പക്ഷെ തോറ്റത് ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു വിജയം മാത്രം മുന്നിൽ കണ്ടിട്ടൊന്നുമല്ലല്ലോ, നമുക്ക് അറിയാലോ. ആരും അതൊന്നും ഇതൊക്കെ വർഷങ്ങൾ ഇതിനു വേണ്ടി പണിയെടുത്തവരും, അതുപോലെ തന്നെ ജനങ്ങളുടെ ഒരു സമ്മതം കിട്ടാന്ന് പറഞ്ഞാൽ ശരി ചില്ലറ കാര്യമല്ല, അതൊരു ചെറിയ കാര്യമല്ല. ഒരു സുപ്രഭാതത്തിൽ ഒന്നുകൊണ്ട് ജനങ്ങളോട്. പക്ഷെ ഞാൻ ഇപ്പോഴും അഭിമാനത്തോടെ കാണുന്ന ഒരു കാര്യം, ഇതൊന്നും ഇല്ലാണ്ട് ഞാൻ അത്രയും വന്ന് നിന്നിട്ട് എനിക്ക് 10,000 വോട്ട് കിട്ടി. എന്നെ അംഗീകരിക്കുന്ന 10,000 ജനങ്ങളുണ്ട്. അത് ഞാൻ ഇനി അടുത്ത കുറച്ച് നാൾ ഞാൻ ഈ ജനങ്ങളിലേക്ക് ഇറങ്ങി കൂടുതൽ എന്തെങ്കിലും ചെയ്താൽ ആ 10,000 എന്നുള്ളത് ഉറപ്പായിട്ട് ഇരട്ടിയാക്കാൻ എനിക്ക് പറ്റും. അങ്ങനെ ഇരട്ടിയാക്കാൻ ഉദ്ദേശമുണ്ടോ? അല്ല, ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും നമ്മളിൽ ചില കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നമ്മളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നാലെയാണ് ഞാൻ എന്നുള്ള കാര്യം ഞാൻ ഇവിടെ തുറന്നു പറയാണ്. നില സമ്മതിക്കില്ല. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരുന്ന് ദീർഘശ്വാസം. ഇതിനിടയ്ക്ക് ഇങ്ങനെ അല്ല, ഈ പറഞ്ഞ പോലെ ആ സമയത്ത് ഇങ്ങനെ ഇഷ്ടംപോലെ ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നടന്ന് നല്ല വെയിലൊക്കെ കൊണ്ടില്ലേ ചേച്ചി? ഞാൻ പോയി, ഞാൻ ഉണ്ടായില്ല. ഇടയ്ക്കൊക്കെ പോകുന്ന ഞാൻ 2 പ്രാവശ്യം പോയി. അത് ഒന്ന് തുടക്കത്തിലത്തെ അല്ലെ റോഡ് ഷോ ഉണ്ടായിരുന്നു, പിന്നെ അവസാനത്തെ കൊട്ടിക്കലാശം ഉണ്ടായിരുന്നു. ഇതിന് 2നും ഞാൻ പോയി. അല്ലാത്ത സമയത്ത് ഇഷ്ടംപോലെ പേര്, എനിക്ക് തോന്നുന്നു 50-60 പേര് എപ്പോഴും കൂടെ ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ആരും ഉണ്ടാവില്ലായിരിക്കും, അപ്പൊ നമ്മളൊക്കെ തന്നെ ഇറങ്ങേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ നോക്കിയപ്പോ ആദ്യത്തെ ദിവസം മുതൽ 19 പേര് എപ്പോഴും കൂടെ ഉണ്ട്. അങ്ങനെയല്ല, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു, നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ കുറെ പേര് കൂടെ ഉണ്ടായിരുന്നു, ഫുൾ ടൈം അവരങ്ങനെ നടക്കുന്നോണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഷൂട്ട്, ജോലി, പരിപാടികളൊക്കെ ആയിട്ട് അതുകൊണ്ടല്ലോ, അപ്പൊ അത് നടക്കണ്ടേ. ജനങ്ങൾ എന്നെ കൈ വെള്ളയിൽ വെച്ചിട്ടാ നടന്നത്. നമ്മളങ്ങനെ ഭയങ്കര പ്ലാൻഡ് അല്ലായിരുന്നു. അല്ല, പുള്ളി ശരിക്കും അതാ എനിക്ക് തോന്നുന്നു ഒരു 22-23 ദിവസം നമുക്ക് കിട്ടിയത്. പ്രോമി ഇത് ശരിക്കും എൻജോയ് ചെയ്യായിരുന്നു. എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുള്ളിയോട് ഒട്ടും മടുപ്പില്ലാതെ ആളുകൾ. ഞാൻ വിചാരിച്ചു പ്രോമിക്ക് ഇത് പറ്റില്ല, അത് മടുത്തു, പ്രോമി പകുതി ഇത് ഇട്ടോണ്ട് പോരും വിചാരിച്ചു. പക്ഷെ പ്രോമിക്ക് ഭയങ്കര ഫുൾ എനർജി ആയിരുന്നു. ആണല്ലേ? ഇന്നത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് എവിടെ നിന്നോ ഒരു എനർജി കിട്ടുമെന്ന് പറയുന്നത് സത്യമാണോ? നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിയാൽ ആ കാര്യം എന്താ പറയണേ, മുന്നോട്ട് പോകും. ആണല്ലേ? എന്തായിരുന്നു കോളേജിലൊക്കെ ചെന്നപ്പോഴത്തേക്കും ഫ്രണ്ട്സിന്റെ ഒക്കെ റെസ്പോൺസ്? അച്ഛൻ മത്സരിക്കുന്നു എന്നുള്ള പറഞ്ഞപ്പോഴത്തേക്കും ജയിക്കുമ്പോ ട്രീറ്റ് അത് കഴിഞ്ഞിട്ട് അതെ അത് കഴിഞ്ഞിട്ട് മത്സരിച്ച് കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ആരെങ്കിലും ട്രീറ്റിനെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചോ? മോശമൊന്നും ഉണ്ടായില്ല. ഇപ്പൊ പപ്പ പറഞ്ഞ പോലെ ആദ്യമായിട്ട് നിന്നിട്ട് തന്നെ ഒറ്റയടിക്ക് 10,000 വോട്ട് കിട്ടിയപ്പോ തന്നെ ഇറ്റ്സ് എ ബിഗ് തിങ്. അങ്ങനെയായിരുന്നു. ഒരു പോസിറ്റീവ്, അങ്ങനെ നെഗറ്റീവ് റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആണല്ലേ? ഈ വീട്ടില് ഫുൾ ടൈം ഫോണിലാ, പക്ഷെ സംസാരിക്കാനേ കിട്ടില്ല എന്ന് പറയാറുള്ള ആളാരാണ്? മമ്മി. അതൊരു ചെറിയ കാര്യമല്ല. നിത ചെയ്യണ കാര്യങ്ങള് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ നിതയോട് പറയാണ്ട് എപ്പോഴും, നിത ചെയ്യണ കാര്യങ്ങൾ ഞങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല. നിത ഒരു 15-20 ആൾക്കാരോടൊക്കെയാണ് ഒരുമിച്ച് ഒപ്പം ഡീൽ ചെയ്യണത്. ഈ ഫോണിൽ നോക്കി നമ്മുടെ ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്ന ഇപ്പൊ ഒന്നാമത് ഈ സമയമാണ്, ഓണത്തിന്റെ സമയമാണ്, ഇപ്പൊ കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഇതിനകത്താണല്ലോ. അപ്പൊ ഞാൻ പലപ്പോഴും ഇതോട് ചിന്തിക്കാറുണ്ട്, എനിക്ക് ഇതിന്റെ ഇടയിൽ കൂടെ 1-2 വന്നു. എനിക്ക് ഇവരുമായിട്ട് ഞാൻ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. എനിക്ക് 1-2 ഇപ്പൊ എന്റെ പേഴ്സണൽ ഇതിൽ എനിക്ക് കുറച്ച് കൊളാബും കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ ഞാൻ ഓക്കെ, എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അവരോട് സംസാരിച്ചു. ഇവരോട് ഒരു 1-2-3 പ്രാവശ്യം സംസാരിച്ച് കഴിയുമ്പോൾ എന്റെ സമാധാനത്താണ്. അപ്പൊ ഞാൻ പറയും, നിത ഇതൊന്ന് ഡീൽ ചെയ്താന്ന് പറയും. അപ്പൊ നിത ഞാൻ നോക്കുമ്പോൾ ഒരു 20 പേരെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൂടെ ഒരു 20 കൊളാവ് വന്ന് കിടക്കാണ്, അതിനൊക്കെ ഡീൽ ചെയ്യാണ്. അതല്ല, നമ്മൾ ചില ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവരെ പറഞ്ഞ് ധരിപ്പിക്കാനും അതിന് റെസ്പോൺസ് പറയാനും, പിന്നെ അവരെന്തെങ്കിലും പറയും, സ്ക്രിപ്റ്റ് തരും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇതിന്റെ എനിക്ക് പേഴ്സണൽ ഒന്ന കാര്യമാണ്. അപ്പോഴാണ് ഞാൻ നിത ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണേ. നന്നായി ചേച്ചി ഇങ്ങനെയൊക്കെ കിട്ടുന്നത്. ഞാൻ ഒരു എല്ലാ സ്ക്രിപ്റ്റും എല്ലാം കൊടുത്ത് എല്ലാം സാങ്ഷനൊക്കെ ആയി എല്ലാം കഴിഞ്ഞപ്പോ നോർത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൊളാബാണ്. ഇവർ എന്നോട് പറയാണ് ഇത് മുഴുവൻ മലയാളത്തിൽ അടിച്ച് തിരിച്ചയക്കാൻ. ഞാൻ പറഞ്ഞു, ഞാൻ ഈ കൊളാബ് ചെയ്യുന്നില്ല.
ഇത് നിങ്ങൾക്ക് മലയാളം അറിയാമോ, നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് അറേഞ്ച് ചെയ്യും. അവർ സാർ ഞങ്ങൾക്ക് ആർക്കും വി ഡോണ്ട് നോ മലയാളം എന്നൊക്കെ പറയണം അവര്. പിന്നെ എന്തിനാ നിങ്ങൾ മലയാളത്തിൽ സ്ക്രിപ്റ്റ് എടുത്ത് അയക്കാൻ പറയണേ? അത് ശരിയാണല്ലോ. അപ്പൊ അതൊരു ചെറിയ കാര്യമല്ല ഇത്. ഈ സംഭവം ഇരുന്ന് ചെയ്ത് ഇത് അങ്ങനെ തിരിച്ചു വിടും. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ദൈവമേ നിതേനെ, അപ്പൊ നിതേനെ പറയാണ് ഇങ്ങനെയാണോ ഓരോ പരിചയം ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഒരു 10 പ്രാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ അതിനുശേഷം ഞാൻ ഇതോട് ഫോണിലിരിക്കണേന് ഞാൻ വഴി ചെയ്യാറില്ല. അതെല്ലേ, വളരെ നല്ലൊരു തീരുമാനമാണത്. ഇതിപ്പോ പ്രോമി ഇപ്പൊ ഇത് പറഞ്ഞില്ലേ, അത് ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇത് പുറത്തുനിന്ന്. അതായത് ഇത് ചെയ്യാത്ത ഒരാള് വെറുതെ നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് പരസ്യമോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസോ ഒക്കെ കാണുന്ന ഒരാൾ ചിന്തിക്കുന്നത്. അതായത് ഇവർക്ക് ഇപ്പൊ എന്താ വെറുതെ ആ വീഡിയോയുടെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് എന്തെങ്കിലും കാണിച്ചു വെറുതെ കിട്ടുന്നതല്ലേ എന്നുള്ളൊരു എപ്പോഴും ഞങ്ങൾ കേൾക്കുന്ന ഒരു ഇതാണത്. അത് ശരിയാ. പക്ഷെ നമ്മള് ഇതിന്റെ പുറകിൽ എടുക്കുന്ന പണി എന്ന് പറയുന്നത് ചില്ലറയല്ല. അതെ, 2 മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? പിന്നെ അവർക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ. ആദ്യം നമ്മളിത് മമ്മീനെ എല്ലാം ചെയ്യുന്നത്, എല്ലാം മമ്മി തന്നെ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മളൊന്നും ആക്ച്വലി ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ അടുത്ത ഓരോ ആൾക്കാരും ചോദിച്ചു വരും, ഇപ്പൊ നിങ്ങൾ വീഡിയോ ആരും എഡിറ്റ് ചെയ്യണേ? അപ്പൊ ഞങ്ങൾ പറയും മമ്മി. ഓ മമ്മിയാണ് എല്ലാം ചെയ്യണേ. വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ പേഴ്സണൽ റീലുകളെല്ലാം പിന്നെ ഫോണിൽ എടുക്കണതൊക്കെ നിത തന്നെ ചെയ്യണം. അതെ, നമ്മള് മണിക്കൂറുകൾ ഇരിക്കണം. അതായത് ശരിക്കും ഇപ്പൊ പ്രൊഫഷണലി നമ്മൾ ഇതിനെ നോക്കിക്കാണാണ്. ആദ്യമൊക്കെ നമുക്ക് തമാശയായിരുന്നു, നമ്മൾ വെറുതെ തമാശക്ക് നമ്മുടെ നേരം പോക്കിന് നമ്മൾ കുറെ റീലുകൾ എടുക്കുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാവരും നമ്മളെ പ്രൊഫഷണലി നമ്മൾ അപ്രോച്ച് ചെയ്യാണ്. എന്ന് വെച്ചാൽ നാഷണൽ ബ്രാൻഡുകൾ മുതല് ഒരു ദിവസം നമുക്കൊരു മിനിമം എൻക്വയറി ഒരു 25-30 എൻക്വയറി മാത്രം വരും ഒരു ദിവസം. അപ്പൊ ഈ വരുന്ന എൻക്വയറികൾക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് അവർ അടുത്ത് ചോദിക്കും, ഓക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇങ്ങനെയാ സ്ക്രിപ്റ്റ് തരൂ. നമ്മളിത് ഓരോന്നിനും സ്ക്രിപ്റ്റ് ചെയ്യണം. സ്ക്രിപ്റ്റ് എല്ലാം ആ ഒരു ട്രാക്കിൽ കൂടെ തന്നെ പോണ്ടേ. അപ്പൊ ഇത് നമ്മൾ ഇരുന്ന് ചെയ്യണത് ഒരു നല്ലൊരു പണിയാണ്. പക്ഷെ പുറത്തുനിന്ന് നോക്കി കാണുന്ന ഒരാൾക്ക് എന്താ ചുമ്മാ 2 ഡയലോഗ് പറഞ്ഞു. ഇവര് സിമ്പിൾ ആയിട്ട് മറ്റേ റീൽ എടുക്കണോ ഇടണോ ഇവർക്ക്. ഞാനൊരു ദിവസം നോക്കിയപ്പോ ഞങ്ങള് പുറത്തു പോയിക്കാ, മമ്മിക്ക് ഇങ്ങനെ കോളുകൾ വന്നിട്ടിരിക്കാണ്. ഫോൺ എടുത്തു, ഇപ്പൊ വല്ല ഒരു ഡ്രസ്സിന്റെ ആള് വല്ല കൊള്ളാന്ന് വിളിച്ചോ, പിന്നെ ഫുഡിന്റെ ആള് മമ്മി ഫോൺ എടുത്തിട്ട് മാം ഫുഡിന്റെ എന്റെ ഡ്രസ്സിന്റെ സൈസ് ഇതാണ്. അതിന് പറയണേ ഈ ഡ്രസ്സിന്റെ ആളല്ലേ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് മൊത്തം മാറിപ്പോ അല്ല, ചില സമയത്ത് ഞങ്ങൾ ഇതോട് പറയുന്നത് ഇതെല്ലാം കൂടി ഇങ്ങനെ എത്തിപ്പിടിക്കല്ലേ നമ്മുടെ ഒരു ഈ ബ്രെയിൻ ഫോഗിങ് എന്ന് പറയണല്ലേ. നമുക്ക് ഇങ്ങനെ കുറെ പേര് വിളിച്ച് സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആകെ ഒരു അൺകൺട്രോളബിൾ പോലെ ഒരു മൊത്തത്തിൽ ബ്ലാങ്ക് ആവുന്ന ഒരു അവസ്ഥ വരും. അത് ശരിയാ. പണ്ട് നിത എനിക്ക് വന്ന് കിടക്കും, എല്ലാം കഴിഞ്ഞ് നമ്മൾ കിടക്കുമ്പോ നിത എന്റെ കൂടെ വന്ന് കിടക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അതാണുള്ള ഒരു രീതി. ഇപ്പൊ കുറച്ച് നാളായിട്ട് നിത ഞാൻ കിടന്നാലും നിത കിടക്കാൻ വരാറില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയേണ്ടി ചെയ്തത് എന്റെ പൊന്നോ ഇതിപ്പോ. പക്ഷെ അല്ല, ആക്ച്വലി നിതയുടെ പണികൾ തീരുന്നില്ലെന്ന്. അത് ശരിയാണ്. ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ ചേട്ടന് മനസ്സിലായില്ലേ? അതെ. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ നമ്മള് വീട്ടിലെ കാര്യവും നോക്കണം. ഇതിന്റെ ഇടയിൽ കൂടെ വീട്ടിലെ കാര്യവും നോക്കണം. അപ്പൊ എല്ലാം കൂടി വരുമ്പോ നമുക്ക് അതിന്റെ ഇടയിൽ നിന്നിട്ടാണ് പറയുന്നത് നമ്മൾ അതൊക്കെ എൻജോയ് ചെയ്യണം. ഇതൊക്കെ ഒരു അനുഗ്രഹമല്ലേ, ഇതൊക്കെ ഒരു അനുഗ്രഹമാണ്. അല്ലാണ്ട് ഇത് നമ്മുടെ ആരുടെയും ഒരു ഇതൊന്നും അല്ല. അപ്പൊ ഒരു അനുഗ്രഹമായിട്ട് കണ്ട് ഞാൻ മക്കളോട് എപ്പോഴും പറയും, ഓൾവേസ് സെയിങ് താങ്ക്സ്. ആൻഡ് ഇത് എൻജോയ് ചെയ്യണം ഞങ്ങള്. അതെ, എല്ലാരും ഒരേ മനസ്സോടെ പോയ ഒരു ട്രിപ്പ് ഏതാണ്? എല്ലാ ട്രിപ്പും ഞങ്ങൾ ഒരേ മനസ്സോടെയാണ്. ഞങ്ങൾക്ക് 4 പേർക്കും ട്രിപ്പ് പോകാൻ ഒരേപോലെ ഇഷ്ടമാണ്. എന്തെങ്കിലും നിർത്തിയിട്ട് ഞങ്ങള് പോകും. അതെല്ലേ, കുഴപ്പമില്ല. എന്റെ പൊന്നു ചേച്ചി, എങ്ങനെ ചേച്ചി ഇങ്ങനത്തെ 2 ആമ്പിള്ളേരെ കിട്ടിയേ? ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഞാനൊരു പെങ്കൊച്ചി ഒരു അനിയനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്ക് 20 തരം അഭിപ്രായങ്ങളാ. അപ്പൊ നിങ്ങൾ 4 പേരും ഞങ്ങളുടെയും അഭിപ്രായങ്ങളൊക്കെ അഭിപ്രായങ്ങളും ദേഷ്യപ്പെടലും റീലെടുക്കുമ്പോ പ്രശ്നങ്ങളും ഒരു പരസ്യം എടുക്കുമ്പോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇതിന്റെ അവസാനം വരുമ്പോ വി ഓൾ എൻജോയ് ആണല്ലേ. അങ്ങനെ തന്നെയാണല്ലേ. അങ്ങനെയല്ലേ കാര്യം വരുമ്പോ
എവിടേക്കാന്നുള്ളത് നമ്മളൊരു സ്ഥലം അങ്ങ് ഡിസൈഡ് ചെയ്യുവാണ്. നമുക്ക് അങ്ങനെ ഇവിടെ പോയാലോ അവിടെ പോയാലോ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിരിക്കലില്ല. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ ഇങ്ങനെ കിട്ടുന്ന ഗ്യാപ്പിന്റെ ഇടയിൽ ഓക്കെ പ്രോമിക്ക് 2 ദിവസം ഒഴിവുണ്ട്, എനിക്ക് 2 ദിവസം ഒഴിവുണ്ട്, നമുക്ക് പോവാ, മക്കൾക്ക് ക്ലാസ് ഇല്ല, ഓക്കെ പോവാ. ഇങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ വലിയ പാടല്ലേ? പ്രോമിക്ക് 2 ദിവസം അങ്ങനെ ഭയങ്കര പാടാണ്. ഇപ്പൊ അത് ഭയങ്കര ടൈറ്റ് ആയി തുടങ്ങി. കാരണം രണ്ടുപേരും കോളേജിലേക്ക് ആകുമ്പോ നമുക്ക് അതിന്റെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ലാസ്റ്റ് പോയൊരു ട്രിപ്പ് ഏതാണ്? ലാസ്റ്റ് പോയ ട്രിപ്പ് ബാലി. അതല്ല ഇവിടെ അടുത്ത് പോയത് വല്ലതും പറയും. അല്ലാണ്ട് നമ്മള് ലാസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് പോയത് എവിടെയാ? കാറിൽ ഇപ്പൊ ലാസ്റ്റ് ഓടിച്ചു പോയത് തിരുവനന്തപുരത്ത്. അത് ഞങ്ങൾക്ക് ട്രിപ്പാണ്. അവിടെ എന്തായിരുന്നു? തിരുവനന്തപുരത്ത് ഞങ്ങൾ ഒരു ഫംഗ്ഷൻ പോയത് ആക്ച്വലി. അപ്പൊ ഞങ്ങൾ 2 ദിവസം മുമ്പ് പോയി ഒന്ന് കറങ്ങി അടിച്ച് മാർത്താണ്ഡം മറ്റേ കന്യാകുമാരിയൊക്കെ ഒന്ന് കറങ്ങി സ്റ്റേ ചെയ്ത് നമുക്ക് അവിടെ നിന്ന് രസമായിരുന്നു. അത് മാത്രല്ല ഞാനെയും റിച്ചാർഡിനെ ചെറുപ്പത്തിൽ വളർത്തിക്കണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇതുണ്ട് അല്ലെങ്കിൽ ഇല്ല. അപ്പൊ ഒരു ട്രിപ്പിന്റെ കാര്യം അല്ലെങ്കിൽ വരുമ്പോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ദാൻ നത്തിങ്. ഇപ്പൊ ഫംഗ്ഷനെ പോയ ഞങ്ങള് ട്രിപ്പാക്കി. ഇല്ലെങ്കിൽ അതില്ല, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഉള്ളത് അത് ശരിയാട്ടാ, നല്ല ഐഡിയ. മമ്മി ചെറുപ്പത്തിൽ ഫുഡൊക്കെ ആണെങ്കിലും ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഇപ്പൊ എന്തെങ്കിലും കൊണ്ടുവയ്ക്കാണ്, ഇത് വേണ്ടേ പൊക്കോ. അത് നൈസാണ് കേട്ടോ. സാധാരണ ഇങ്ങനെയുള്ള നമ്മള് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മമാര് പിള്ളേരെ ഭയങ്കരമായിട്ട് വഷളാക്കുക എന്ന് പറയില്ലേ, ആ സാധനം ഒന്നും ഇല്ല അല്ലേ ഇവിടെ? വേണ്ടെങ്കിൽ വേണ്ട, തിന്നണ്ട, അത്രേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് എഴുന്നേറ്റ് പൊക്കോളാൻ പറഞ്ഞ ഏതൊരു സിറ്റുവേഷൻ ഓർമ്മയുണ്ടോ? അല്ല ചെറുപ്പം പോലെ ഞാൻ പറഞ്ഞില്ല, ചെറുപ്പം പോലെ വാശി പിടിച്ച ഒരു കാര്യം ഇവർക്ക് നടക്കില്ല. ഇവന് ചാറ് കൂട്ടി ചോറ് തിന്നാൻ അത്ര ഇഷ്ടല്ല. ചാറ് ഒഴിക്കൂല, കറി ചാറ് ഒഴിച്ച് ചോറ് കഴിക്കില്ല. അല്ല അപ്പൊ മമ്മി പറയും ചാറ് ഒഴിച്ച് കഴിക്കും. എനിക്ക് വേണ്ട, വേണിന്ന് വേണ്ടിക്ക്. അതുകൊണ്ട് ഇവരങ്ങനെ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയിട്ടില്ല ഇതുവരെ. പിന്നെ നിതയുടെ ഫുഡ് കഴിക്കുമ്പോ നിതയുടെ കുറെ നിയമങ്ങളുണ്ട്. ഈ ഫുഡ് കഴിക്കുമ്പോ അതിന്റെ അകത്ത് ഒരു പച്ചക്കറി ഉണ്ടാവണം, ആ പച്ചക്കറി ഉണ്ടാവും എന്ന് ഞങ്ങൾ കഴിക്കാൻ വേണം. ഒരു നോൺ വെജ് ഉണ്ടാവും, പിന്നെ വേറെ എന്തെങ്കിലും അങ്ങനെ 2-3 കൂട്ടം കറി ഉണ്ടാവും എപ്പോഴും. എന്താ ഒന്നും ഇല്ലെങ്കിലും ഒരു 3 ഇതൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഉമ്മാർക്ക് എന്നല്ല, എനിക്കിപ്പോ ഞാൻ യൂസ്ഡ് ആയി, ഞാനിപ്പോ ഓൾറെഡി അതിനകത്തേക്ക് ആയി. ഞാൻ ഒന്നും മിണ്ടാറില്ല. അപ്പൊ ഞാൻ അടുത്ത് കഴിക്കും. പച്ചക്കറി അതെ വർഷം 10-20 ആയില്ല. അപ്പൊ ഈ പച്ചക്കറി തിന്നണ ഉമ്മാർക്ക് 2 പേർക്ക് ഇഷ്ടമല്ല. ഉമ്മാർക്ക് ഇങ്ങനെ സൈഡിൽ വെച്ചോണ്ടിരിക്കും. മമ്മി എനിക്കിത് വേണ്ടോന്ന് പറഞ്ഞില്ലേ, അത് എന്നിട്ട് പോയാടാ നീ. നിനക്ക് എന്താ പറയാ? അല്ല ഇതൊന്നുമല്ല സഹിക്കാത്ത. ഇപ്പൊ നമ്മളിപ്പോ ഇതുപോലെ തന്നെ നേരത്തെ എന്തെങ്കിലും ഓർമ്മയുണ്ടോന്ന്, ചെറുപ്പത്തിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു അടി ഉണ്ടാക്കി നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമല്ലോ. ഇതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാതിരുന്ന് ഞാൻ പോയി മുറി പോയി വാലടച്ച് കിടന്നുറങ്ങി. അപ്പൊ നമ്മളെ അടുത്ത മനസ്സിലെന്താ വിശക്കും, എന്തായാലും വിശക്കൂല നമുക്ക്. എവിടെയെങ്കിലും പുറത്തു പോയി അല്ല രാത്രി ഇവരൊക്കെ കിടന്നു കഴിഞ്ഞിട്ട് സ്റ്റോറി ഒന്ന് കഴിക്കാന്ന്. ഞാൻ ഇത് കഴിഞ്ഞ് രാത്രി എഴുന്നിട്ട് ഒന്ന് മുറി തുറന്നു നോക്കും, മുറി തുറക്കണല്ല, പൂട്ടിട്ട് പോയി. ഇവര് ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ സ്നാക്സ് ഇരിക്കുന്ന റൂം ഞാൻ പൂട്ടും. ഏത് ലെവല് സൈക്കോടാ. പിന്നെ അടുത്ത ദിവസം മുതൽ പിന്നെ അടിയില്ല, തിന്നിട്ട് പോവാ. അതുകൊണ്ട് എന്താ അവര് പിറ്റേ ദിവസം പോലെ മോനെ ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞാൽ അവനറിയാം വേറെ ഭക്ഷണം അവന് കിട്ടാനുണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലല്ലേ അവൻ വേണ്ടാന്ന് വെച്ചിട്ട്. മറ്റേ സിനിമയില് പറഞ്ഞല്ല, നിനക്ക് മീൻ വറുത്താണ്, നിനക്ക് നീ കഴിക്കുന്നതെന്ന് പറഞ്ഞാ എന്നാ ഞാൻ നിന്നോട്ടെ അടുത്താളൊക്കെ. അപ്പൊ പിന്നെ ശരിയാട്ടോ. അപ്പൊ പിന്നെ അവന്റെ അടുത്ത് നിന്നും പിന്നെ ഇവനറിയാം ഒരാൾക്ക് വേണ്ടെന്ന് പറഞ്ഞ ഉടനെ അടുത്ത് വേറെ കൊടുക്കും. അപ്പൊ അതുകൊണ്ട് വേണ്ട, ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പണ്ടേ ഇല്ല. ഇത് അടിപൊളി, നല്ല പാരന്റിങ് കേട്ടോ. പിന്നെ തല്ലി തീറ്റിക്കണ പരിപാടിയില്ല. വേണ്ടത് കഴിച്ചാ മതി, ഒരുപാട് തിന്നേം വേണ്ട. പക്ഷെ പച്ചക്കറി തിന്നണം. അത് കഴിഞ്ഞിട്ടേ ആ പാത്രം എടുത്തോണ്ടും പാടുള്ളൂ. അല്ല അത് വേണ്ടാന്നല്ല, ഈ നമ്മൾ ഒരു പ്രാവശ്യം വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു പോവുമല്ലോ, അവിടെ വിശന്നിരിക്ക. നമുക്ക് പിന്നെ മനസ്സിലാവും തിന്നില്ലേ, നമുക്ക് നമ്മൾ തന്നെ വിശന്നിരിക്കണം. അവന് അടുത്ത പ്രാവശ്യം എന്തെങ്കിലും തിന്നും. അല്ലാണ്ട് വേണ്ടെങ്കിൽ വേണ്ട, അങ്ങനെയല്ല, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. അങ്ങനെയല്ല, ഇതൊക്കെ പ്രോമിയുടെ അപ്പച്ചനും അമ്മയൊക്കെ ഈ വീട്ടിലുണ്ടായിരുന്നല്ലോ. അവരുടെന്നൊക്കെ നമ്മൾ പഠിക്കണ കുറെ കാര്യങ്ങളുണ്ട്. ഈ പിള്ളേരെ ഒരുപാട് ഓവർ നമ്മള് എന്താ പറയാ പുന്നാരിച്ച് മോശാക്കരുത്. എനിക്ക് തോന്നുന്നു പ്രോമീനെയൊക്കെ അങ്ങനെ വളർത്തിക്കൊണ്ടു വന്നതാ. എനിക്ക് ഇവരുടെയൊക്കെ ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി ശരി, അതാ നല്ലത്. എന്റെ വീട്ടിലൊക്കെ എങ്ങനെയാണെന്നറിയോ, എന്റെ അമ്മ എനിക്ക് ഒരു സാധനം വേണ്ടാന്ന് പറഞ്ഞാ, അയ്യോ മോളെ നിനക്ക് ദോശ ഇഷ്ടല്ലേ, അന്ന് അമ്മ അപ്പം ഉണ്ടാക്കി തരട്ടെ, പുട്ടുണ്ടാക്കി തരട്ടെ എന്ന് വെച്ച് വേറെ സാധനം ഉണ്ടാക്കി തരും. അപ്പൊ എനിക്ക് വേറെ ഓപ്ഷൻ കിട്ടാനുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ
എനിക്ക് വേണ്ടാന്ന് പറയും. പക്ഷെ അത് അമ്മയ്ക്ക് ബുദ്ധിമുട്ടാന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ഒരു പ്രായത്തിൽ ചിന്തിക്കില്ല. അത് ശരിയാ. പക്ഷെ അപ്പൊ ചേച്ചി ഇവിടെ വന്നപ്പോ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ആദ്യ കാലഘട്ടങ്ങളിൽ? ആദ്യ കാലത്തിനടുത്ത് എനിക്ക് ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ദോശ പക്ഷെ ഞാൻ ഹോസ്റ്റലിലൊക്കെ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഹോസ്റ്റലിലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടില്ല, എന്നാലും യൂസ്ഡ് ആയിരുന്നു കുറെ. അത് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ ഓർക്കണം, അപ്പച്ചനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ പിള്ളേര്, ഞങ്ങളല്ല വലിയവരല്ല, പിള്ളേര് ഭക്ഷണം കഴിച്ചപ്പോൾ പ്ലേറ്റ് കൊണ്ട് അപ്പച്ചനെ കാണിക്കണം. അപ്പച്ച അവിടെ ഇരിക്കണോ മെയിൻ ടേബിളിന്റെ മെയിൻ ഹെഡ് ചെയറിൽ അപ്പച്ചനുണ്ടാവും. അപ്പൊ സൈഡിലിരിക്കുമ്പോ ഞങ്ങളല്ല പിള്ളേരുകള്, ചേട്ടന്റെ പിള്ളേര്, പോളിയുടെ പിള്ളേരുണ്ട്, ഇവര് എന്റെ മക്കളുണ്ട്. അപ്പൊ ഇവര് ഭക്ഷണം കഴിച്ചുകൊണ്ട് പ്ലേറ്റ് കൊണ്ട് അപ്പച്ചനെ കാണിക്കണം, കഴിഞ്ഞ പ്ലേറ്റ്. അതിനകത്തൊന്നും ഉണ്ടാവരുത്, ബാക്കി വെക്കാൻ പാടില്ല. അപ്പച്ചന്റെ കാലത്തിൽ ഇപ്പോഴുണ്ട് കഴിച്ചാൽ മമ്മി ഫുൾ സ്കാനിങ് ആണ്. അല്ല ഞാനിതൊക്കെ അപ്പച്ചൻ അവരുടെ കണ്ടതാ. ഓക്കെ, എന്റെ അമ്മ, ഞാൻ ഇത്രേ ഇന്റർവ്യൂ എടുത്തേക്കണ ഇത്രേ വ്യത്യസ്തമായ ഒരു കഥ ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. അപ്പൊ അവര് അതേപോലെ തന്നെ. അപ്പൊ അല്ല അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് ചെറുപ്പം മുതൽ എങ്ങനെയാ ശീലം എന്ന് വെച്ചാൽ ചോറും കറികളും ഞാൻ ഇട്ട് വെക്കും പാത്രത്തില്, അത് കഴിച്ച് തീർക്കണം. അപ്പൊ അവർക്ക് അത് ശീലമായിന്ന് ചെറുപ്പത്തിലെ വേറെ ചോദ്യങ്ങൾ പറ്റുന്നില്ല എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഈ വീട്ടിലൊരു പെങ്കൊച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ എന്ന് തോന്നിയിട്ടുള്ളത് ആർക്കാണ്? അങ്ങനെ ഇവര് പറയാറുണ്ടോ അങ്ങനെ? പ്രോമിയ കൂടുതൽ പറയാറുള്ളത്. അതെ, ഞാൻ അത്രയും പക്ഷെ എനിക്കും തോന്നാറുണ്ട് കേട്ടോ ഇടയ്ക്ക്. ആണോ? ഞങ്ങൾക്ക് തോന്നാറില്ല. അവർക്ക് തോന്നാറില്ല. അതെന്താ നിങ്ങക്ക് തോന്നാത്ത? ഒരു പെങ്കൊച്ചു ഇവർക്ക് ഒരുപാട് കസിൻ സിസ്റ്റേഴ്സ് ഉണ്ട്, കൊറേ പേര് കസിൻ സിസ്റ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് അങ്ങനെ കുറവായിട്ട് തോന്നിയിട്ടില്ല അങ്ങനെ. അതുകൊണ്ട് അവർക്ക് അതൊരു കുറവായിട്ട് തോന്നിയിട്ടില്ല. എല്ലാവരും അടുത്ത് തന്നെ ഉള്ളവരാണ്. ഇവരുടെ കൂടെ എപ്പോഴും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്കപ്പോഴും കാണുന്നവരുമാണ്. അപ്പൊ അതുകൊണ്ട് ഇവര് പിന്നെ എന്നോട് പറയും, എന്റെ കൂടെ സ്കൂളിലായാലും എന്റെ സെയിം പ്രായത്തിൽ എന്റെ ചേട്ടന്റെ മോളുണ്ട് നിക്കോള്. നിക്കോളൊക്കെ ഞങ്ങൾ എപ്പോഴും കാണും, എല്ലാ ദിവസം കാണും, ഞങ്ങൾ ഒരുമിച്ചപ്പോഴും അങ്ങനെ. ഇനിയൊരു അംഗത്തിന് ബാല്യമുണ്ടോ ചേച്ചി? ഞാൻ റെഡിയാ. അങ്ങോട്ട് വേണ്ടേ? എനിക്ക് തോന്നണില്ല. അല്ല, അങ്ങനെ തോന്നുമ്പോഴത്തേക്കും ചേച്ചി ആ തോട്ടിനെ എങ്ങനെ ഓവർകം? അല്ല, എനിക്കത് ഇപ്പോഴാ ശരിക്കും തോന്നി തുടങ്ങി. ഇത്രയും നാളും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഒരാള് ഈ 3 ആണുങ്ങളുടെ ഇടയിൽ സർവൈവ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടായി. എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഇത് കേട്ടിടത്തോളം ഇവരൊക്കെ ഞങ്ങളാണ് ഈ 3 ആണുങ്ങൾ ഈ ഒരു പെണ്ണിന്റെ ഇടയിൽ കിടന്ന് എങ്ങനെ ഞങ്ങൾ ജീവിക്കുന്നു ഞങ്ങളാലോചിക്കുന്നത്. അതല്ല, ഞാനിതൊക്കെ ഈ നിയമങ്ങൾ ഞാൻ നടപ്പിലാക്കുന്നുള്ളൂ. ഈ നിയമങ്ങൾ കൊണ്ടുവരുന്ന ആള് പ്രോമിയാ. എന്നിട്ടാണ് നൈസായിട്ട് ഞാൻ പ്രോമിയാണ്. പ്രോമി പണ്ടേ മുതൽ എന്നോട് പറയും, നിതേ ഓപ്ഷൻസ് വെക്കരുത്, അവന് വേണി ഞാൻ കഴിച്ചോട്ടെ, നിധി വേറെ ഉണ്ടാക്കി കൊടുക്കാൻ നിക്കണ്ടെന്ന് പറയും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഞാൻ നിയമം നടപ്പിലാക്കുന്ന ആളാ, നിയമം ഉണ്ടാക്കുന്ന ആളാണ്. ഓണത്തിനൊരു വെറൈറ്റി പിടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു പരിപാടി നടത്തിയിട്ടുള്ളത് ആരാണ്? അത് ഞാൻ പറയാം, അത് ഏറ്റവും കൂടുതൽ വെറൈറ്റി ആയിട്ട് എടുത്തത് പപ്പ തന്നെയാണ്. ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ വൈറലായ വീഡിയോ അത് പപ്പയാണ് പറഞ്ഞത്, ഞങ്ങളോട് ഒന്ന് പറഞ്ഞു ഈ വീഡിയോ ചെയ്യ വീഡിയോ. ഞങ്ങൾക്കാരും താല്പര്യം ഉണ്ടായില്ല. കഴിഞ്ഞ ഓണത്തിന്റെ ഒരു വീഡിയോ ഞങ്ങളുടെ ഒരു 50 മില്യൺ അബവ് പോയി. 50 മില്യൺ അല്ല, 2 പ്രാവശ്യമായിട്ട് പോസ്റ്റ് ചെയ്ത് 100 മില്യൺ ആയി ഇപ്പൊ. അതായത് എടുത്ത് പൊക്കണ ഒരു വീഡിയോ അത് ഓണത്തിനെടുത്ത് ഇങ്ങനെ ചുമ്മാ മുണ്ട് മാത്രം ഇട്ട് ചുമ്മാ, പിന്നെ എന്തുട്ടാ പറയണേ, ഓണത്തിന്റെ അങ്ങനെ ഞാനപ്പോ ചോദിക്കുക ഇതെന്തിട്ട് കോസ്റ്റ്യൂം വെറുതെ ഫ്ലോപ്പ് ആവാൻ ആൾക്കാര് ചുമ്മാ. പക്ഷെ മോനെ അത് പപ്പയും അങ്ങനെ ഒരു സംഭവമായി മാറുക ചെയ്തതല്ല, അതൊരു ദൈവാനുഗ്രഹം പോലെ അത് വന്നത് ഭയങ്കരമായിട്ട്. അല്ല, ആക്ച്വലി ആ സമയത്ത് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അതായത് ഭാര്യ ഇങ്ങനെ നടന്നു പോകുന്നു, ഭർത്താവിന് തോളിൽ ചെന്ന് കൈയിടുമ്പോ ഒരു കൈ കൊണ്ട് ഭാര്യനെ ഇങ്ങനെ എടുത്ത് വെക്കുന്നു. അത് പക്ഷെ ഇവര് 3 പേര് തന്നെ എടുത്ത് പൊക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞത് പ്രോമിയാണ്. അതങ്ങനെ ചെയ്തു. അത് നമ്മൾ ഓണത്തിന് തലേദിവസം പോസ്റ്റ് ചെയ്തു. രാവിലെ ഒരു 9 മണിക്ക് പോസ്റ്റ് ചെയ്തതാണ്. ഒരു കുറച്ച് എന്താ സംഭവിച്ചത് വൈകുന്നേരം ആയപ്പോ മില്യനൊക്കെ വൈകുന്നേരത്തിന് മുമ്പ് കഴിഞ്ഞു. മില്യനോ 1 ഡേ 30 മില്യൺ ആയിരുന്നു അത്. ഭയങ്കരമായിട്ട് കത്തിപ്പോയത്. 1 ഡേ 30 മില്യൺ വീഡിയോ ആയിരുന്നു അത്. അതെന്താ സംഭവിച്ചത്? ഞങ്ങൾക്ക് അറിയില്ല. ടെൻഷൻ അതല്ല, ഈ ഓണത്തിന് എന്ത് ഇറക്കി വിടുമെന്ന് ഓർത്തിട്ട് എനിക്കൊരു ഐഡിയ കിട്ടില്ല. അല്ല, നിങ്ങളൊക്കെ ഇങ്ങനെ ഈ അമ്മയും അച്ഛനും കൂടെ റീൽ എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങളും അതിനകത്ത് ചെയ്യാമെന്ന് നിങ്ങൾ പറയുന്നതാണോ, അതിൽ നിങ്ങളെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരുന്നതാണോ? ഫോഴ്സ് ഒന്നും ചെയ്യാറില്ല. ചെയ്യണ്ടോന്ന് ചോദിക്കും, അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുമല്ല.
ഫോഴ്സ് ഒന്നും ചെയ്യിപ്പിക്കാറൊന്നും ചെയ്യണമെങ്കിൽ ചെയ്യാൻ ചെയ്ത അവനവനുള്ള അതെ. അതൊക്കെ അത്രേ ഉള്ളൂ. ഇത് തിന്നാൽ അവനവന് റോണിച്ച നീ വരുന്നുണ്ടോ, ചേട്ടാ നീ വരുന്നുണ്ടോ, അത് ചെയ്യാം, ചെയ്യാം പപ്പാ. ഇല്ലേ ഞങ്ങൾ തന്നെ എങ്ങനെയെങ്കിലും വേറെ എന്തെങ്കിലും ഓപ്ഷനിൽ ചെയ്യും. പക്ഷെ ഇവരെയൊക്കെ ഇന്റർവ്യൂസിൽ ആദ്യം ഇരുത്താമെന്ന് ചിന്തിച്ചത് എപ്പോഴായിരുന്നു? ബിക്കോസ് നമ്മളൊക്കെ ആദ്യമൊക്കെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ, റിയാലിറ്റി ഷോസിലേക്ക് നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ എപ്പോഴാണ് ഇവര് രണ്ടുപേരും കൂടെ റിയാലിറ്റി ഷോയിൽ ഇവരുണ്ടായിരുന്നു. ഇവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാത്തിലും അന്ന് പിള്ളേരായിരുന്നു. അല്ല ഇത് എന്താ കേസ് വെച്ചാൽ ഈ കുറച്ച് നാളുകളായിട്ട് ഇപ്പൊ ഞങ്ങളെക്കാൾ കൂടുതൽ ആവശ്യം ആൾക്കാർക്ക് ഇവരെ ഇരുത്തണമെന്ന് പറയണതാണ്. നമ്മളോട് വിളിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയും ഇവരും കൂടെ മക്കളും കൂടെ വേണം കേട്ടോ എന്ന് പറയും. ആക്ച്വലി ഇപ്പൊ ഇവരുടെ ഡേറ്റ് അനുസരിച്ചാണ് നമ്മൾ ഇന്റർവ്യൂവിൽ എടുക്കുന്നത്. എല്ലാം സെറ്റ് ചെയ്ത്. കാരണം അവൻ വെറുതെ ആൾക്കാർ കൊച്ചു വിളിക്കും. അത് ശരിക്കും പറഞ്ഞതാ, ഇവൻ ഹോസ്റ്റലിലാണ്, ഇവനിവിടെ ഇല്ല, ഇവൻ കോതമംഗലത്താണ് നിൽക്കുന്നത്. ഡേറ്റും കൂടെ കംഫർട്ടബിൾ ആയിട്ട് നോക്കിയിട്ടാണ് ഇപ്പൊ വെക്കണേ. ഞങ്ങള് രണ്ടുപേരും മതിയോന്ന് ചോദിക്കും, എന്റെ മക്കളും കൂടെ വേണം എന്ന് പറയുമ്പോ. അല്ല അതൊക്കെ കേൾക്കുമ്പോ ഞങ്ങൾക്ക് ഒരു തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമല്ലേ ആണ്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഇന്റർവ്യൂവിൽ എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി ഓടിയാ മതിയായിരുന്നു എന്ന് തോന്നിയ സിറ്റുവേഷൻ ഉണ്ടോ? എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടിയാന്നല്ല, പക്ഷെ അങ്ങനെ ആദ്യമൊക്കെ ഇരുന്നപ്പോ ഞാൻ വിചാരിച്ചു ഇതങ്ങനെ സംസാരിക്കൊന്നുണ്ടായില്ല. ഞാനപ്പോ ഇങ്ങനെ ഇരിക്കുന്നു, ചിരിക്കുന്നു, പപ്പയമ്മീനെ നോക്കുന്നു, ഇതെപ്പോഴും തീരണേ. അത് ശരിയാണ്. ആദ്യത്തൊക്കെ ഇരുന്നപ്പോ നമുക്ക് വലിയ ഐഡിയ ഉണ്ടായില്ല. പിന്നെ അത് കാണുമ്പോഴും ബാക്കിയുള്ളവരുടെ കാണുമ്പോഴും നമുക്ക് മനസ്സിലായി ഓക്കെ ആണ്. ഇതൊക്കെ കഴിഞ്ഞ് ആദ്യമായിട്ട് കോളേജിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടായിരുന്ന ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? നമ്മള് വീഡിയോയിലൊക്കെ വന്ന് നമ്മളെ ആൾക്കാരൊക്കെ ഫെമിലിയർ ആണല്ലോ. കോമൺലി അറിയപ്പെട്ടത് വൈബ് തന്തേനെയാണ്. ഞങ്ങളൊക്കെ കൂടുതൽ ആവശ്യപ്പെട്ടത് വൈബ് തന്തേനെയാണ്. ഇവന് മനസ്സിലായി, തന്തയ്ക്ക് വിളിച്ചതിന്റെ അത് ഇവന് മനസ്സിലായില്ല. വൈബ് തന്താന്ന് പറഞ്ഞപ്പോ എടാ നിന്റെ സീനിയേഴ്സ് തന്തയ്ക്ക് വിളിച്ചാ. എപ്പോഴെങ്കിലും ഒന്നുകൂടെ ഒന്ന് കോളേജിൽ പോയാൽ കൊള്ളായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? എന്നും തോന്നാറുണ്ട്. അത് എപ്പോഴും തോന്നണ കാര്യ. പ്രോമിക്ക് മാത്രല്ല എനിക്കും. ഞങ്ങക്ക് രണ്ടുപേർക്കും ഇപ്പൊ ഒന്നുകൂടി കോളേജ് പഠിച്ചാ കൊള്ളാന്നുണ്ട്. ആക്ച്വലി ഇപ്പൊ ആയിരുന്നു പഠിക്കേണ്ടി. അതന്നെ ഈ പ്രായത്തില, അല്ലാണ്ട് ഇപ്പോഴത്തെ വൈബല്ല. വൈബൊക്കെ പഴുത് തന്നെയാ നല്ലത്. ഇപ്പോഴത്തെ ഇവരുടെ വൈബ് ഇപ്പൊ ഞങ്ങളെ രണ്ടുപേരെ ആ കോളേജിൽ കൊണ്ടുവന്ന് ചേർത്തി. അതുകൊണ്ടാ ചെയ്യാത്ത. 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതോസ് സ്റ്റഡി അബ്രോഡ്.